ബംഗളൂരു ബന്നേർഘട്ട ബയോളജിക്കൽ പാർക്കിൽ 12-കാരനെ പുള്ളിപ്പുലി ആക്രമിച്ചു. സഫാരി ജീപ്പിൽ പാർക്ക് ചുറ്റിക്കാണുമ്പോഴാണ് സംഭവം. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചെയ്യുന്നു. റഹീസ്, മതിയായ സുരക്ഷ ഉണ്ടായിരുന്നില്ലേ? സുഹൈൽ, വളരെ പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അത് കാണുമ്പോൾ സത്യത്തിൽ ആ കുട്ടി എങ്ങനെ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അത്രമാത്രം പരിക്കേ പറ്റിയുള്ളൂ എന്നുള്ളൊരു ആശ്വാസം എന്തായാലും ഉണ്ട്. കാരണം ഈ സഫാരി ജീപ്പിൽ ഇങ്ങനെ ഈ ഒരു ബയോളജിക്കൽ പാർക്കിൽ ആളുകൾ മൃഗങ്ങളെയൊക്കെയും ചുറ്റിക്കാണുന്നത് സ്വാഭാവികമാണ്. അത് എല്ലാ തവണയും അവിടെ നടക്കുന്നത്. അത് ബംഗളൂരുവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആകർഷണ കേന്ദ്രം കൂടിയാണ്. അപ്പോൾ അതിനായിട്ടാണ് ഇന്നലെ ഉച്ചയോടുകൂടി ബൊമ്മസന്ദ്ര സ്വദേശിയായിട്ടുള്ള 12-കാരൻ സുഹാസ് ഇവിടേക്ക് എത്തിയത്. വീട്ടുകാരുമൊത്താണ് എത്തിയത്. അതിനുശേഷം ഇങ്ങനെ ജീപ്പിൽ കയറി കറങ്ങുന്നതിനിടയിൽ വലതുവശത്തായിട്ടൊരു പുള്ളിപ്പുലി ഉള്ളത് കണ്ടു. അങ്ങനെ പുള്ളിപ്പുലിയെ കാണാൻ വേണ്ടിയിട്ടും ചിത്രങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടുമൊക്കെ സൈഡിലേക്ക് ഈ ജീപ്പ് നിർത്തിയതാണ്. അപ്പോൾ ഈ ജീപ്പിൽ ഗ്ലാസ് അല്ല, മറിച്ച് ഈ ഗ്രില്ല് രൂപത്തിലുള്ള ഈ കൈയൊക്കെ പുറത്തേക്ക് ഇടാൻ കഴിയുന്ന വിഷ്വലൊക്കെ എടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇവിടെയുള്ള ജീപ്പുകളൊക്കെയും ക്രമീകരിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇവർ എത്തുന്നത് ഈ വീഡിയോ ഒക്കെ ചിത്രീകരിക്കാൻ വേണ്ടി ആയതുകൊണ്ടാണ് ഈ സഫാരി ജീപ്പുകളായാലും ഒപ്പം തന്നെ ചെറിയ ഒമിനികളായാലും ഒക്കെ അത്തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെ അതിനിടയിലേക്ക് ഈ കുട്ടി കൈയിടുമ്പോഴാണ് ഈ പുള്ളിപ്പുലി ഓടി അടുത്തേക്ക് വരികയും കുട്ടിയുടെ കയ്യിൽ ആക്രമിക്കുകയും ചെയ്തത്. നഖം കൊണ്ട് ആഴത്തിൽ മുറിവേറ്റ പാടൊക്കെയും കുട്ടിയുടെ കയ്യിലുണ്ട്. അങ്ങനെ എന്തായാലും പെട്ടെന്ന് തന്നെ ഈ ഒരു പുലി ഓടി വരുന്നത് മനസ്സിലാക്കി, കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമാണെന്ന് മനസ്സിലാക്കി ഈ ജീപ്പ് ഡ്രൈവർ മുന്നോട്ട് ജീപ്പ് എടുത്തു. അതിന് പിന്നാലെ പുലി പായുന്നതും കാണാം. തൊട്ടു പിന്നാലെ കുറേ വാഹനങ്ങൾ വരുന്നുമുണ്ട്. എന്തായാലും വലിയ ഒരു മുറിവുകളൊന്നും പറ്റിയില്ല എന്നുള്ളത് ആശ്വസിക്കാം. അതിനപ്പുറം ഇപ്പോൾ നിലവിൽ സർക്കാർ തലത്തിലുള്ള ഇടപെടലൊക്കെയും ഉണ്ടായിട്ടുണ്ട്. പരിസ്ഥിതി മന്ത്രി തന്നെ ഇവിടുത്തെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് സുരക്ഷാ നിർദ്ദേശങ്ങൾ ടിക്കറ്റിൽ പ്രിന്റ് ചെയ്ത് നൽകണം. ഇത്തരത്തിലുള്ള ഗ്ലാസുകളൊക്കെയും കൃത്യമായി അടയ്ക്കണം എന്നത് അടക്കമുള്ള നിർദ്ദേശങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും സുഹാസ് 12-കാരനാണ്. സുഹാസ് നിലവിൽ ആരോഗ്യസ്ഥിതിയൊക്കെ ഓക്കെയാണ്. പക്ഷേ കുട്ടി നല്ല രീതിയിൽ പേടിച്ചിട്ടുണ്ട്. അതിൻ്റെ കൗൺസിലിംഗ് നൽകുമെന്നൊക്കെ മാതാപിതാക്കൾ പ്രതികരിച്ചിട്ടുമുണ്ട്. സുഹൈൽ, ഒന്ന് മുറിവേൽപ്പിച്ചിട്ടും അരിശം തീരാതെ പുള്ളിപ്പുലി ആ വാഹനത്തിന്റെ പുറകെ ഓടുന്നുണ്ട്. ഈ സംഭവത്തിൽ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതിന് പിന്നാലെ പുതിയ സേഫ്റ്റി ഗൈഡ് ലൈൻസ് ഒക്കെ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. വലിയ മാറ്റങ്ങൾ അവിടുത്തെ സഫാരി ജീപ്പുമായി ബന്ധപ്പെട്ട ക്രമീകരണവുമായി ബന്ധപ്പെട്ട് നടത്തണമെന്നുകൂടി സർക്കാർ നിർദ്ദേശമുണ്ട്. റഹീസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.